ഈ ഒരു കാല് എനിക്ക് താഴെ കുത്താൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും ഒരു സൈഡിലോട്ട് മാത്രമായിരുന്നു എൻ്റെ വെയിറ്റ് എല്ലാം കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം എൻ്റെ ഒരു ബോഡി ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു പോയ അവസ്ഥയുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു സർജറി റെക്കമെൻഡ് ചെയ്തു. സർജറി അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സംഘർഷത്തിൽ പെട്ട ഒരു സമയമായിരുന്നു. കാരണം നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ കാല് തളർച്ച അനുഭവപ്പെടുകയും നമുക്ക് ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയൊക്കെ ഉണ്ടാകാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഒരു ഹോസ്പിറ്റലാണെന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല, നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടുത്തെ സ്റ്റാഫ് ആയാലും. എൻ്റെ പേര് സമ്പത്ത്. ഞാൻ KCBയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ 2019 മുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു എൻ്റെ ബാക്ക് പെയിൻ. അതെന്നെ പല രീതിയിലും പല സന്ദർഭങ്ങളിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അന്നത്തെ സമയത്തൊക്കെ ഞാൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്ന സമയങ്ങളിൽ എനിക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് അതിനൊരു റിലാക്സേഷൻ വരും. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിക്ക് പോകുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ 2024 കഴിഞ്ഞ വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന അവസരത്തിലാണ് എനിക്ക് പെട്ടെന്ന് കാലിലോട്ട് നല്ല രീതിയിൽ പെയിൻ റേഡിയേറ്റ് ചെയ്ത് വരുന്നതായിട്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് എഴുന്നേക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എഴുന്നേറ്റ് കഴിഞ്ഞാലും എനിക്ക് ആ ഒരു കാല് നിലത്ത് കുത്തുന്നതിനും അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും എന്ന് ധരിച്ചിരുന്നെങ്കിലും പക്ഷെ കുറെ അധികം ദിവസങ്ങളും കടന്നു പോയിട്ടും ഈ പറഞ്ഞ ഈ ഒരു പെയിന് നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നില്ല. ഈവൻ കിടന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് എഴുന്നേക്കാനുള്ള ഒരു ഇതുപോലും നമുക്കൊരു 10-15 മിനിറ്റ് നമ്മുടെ ഒരു തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞ ശേഷമായിരുന്നു എനിക്ക് എഴുന്നേക്കാൻ പോലും അന്ന് സാധിച്ചിരുന്നത്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലാണ് ഞാനൊരു അലോപ്പതി ഒരു ഡോക്ടറെ ഇങ്ങനെ കാണിച്ചു. അദ്ദേഹം ഈ സിംറ്റംസ് എല്ലാം കണ്ടിട്ട് ഒരു MRI എടുക്കാൻ പറയും. ആ MRI എടുത്ത് അതിൽ നിന്നാണ് ഈ എൻ്റെ ബാക്കിലെ L4 L5 റീജിയനിലുള്ള ഡിസ്കിന് നല്ല രീതിയിൽ പ്രൊലാപ്സ് ഉണ്ടെന്ന്, അത് വെയിനെ നല്ല രീതിയിൽ കംപ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ മനസ്സിലാക്കി പിന്നീട് അദ്ദേഹം സജസ്റ്റ് ചെയ്തത് ഒരു സർജറി ആയിരുന്നു. പിന്നെ അദ്ദേഹം ഇത് പറയുകയും ചെയ്തു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാല് തളർച്ച അനുഭവപ്പെടുകയും നമുക്ക് ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയൊക്കെ ഉണ്ടാകാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അന്ന് തന്നെ എനിക്ക് ഈ കാലിലോട്ട് നല്ല രീതിയിൽ കാല് ഭയങ്കര വീക്കായിരുന്നു. കാലിലോട്ട് നമുക്ക് വെയിറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ കൂടാണ് പോയത്. അപ്പോൾ അദ്ദേഹം ഒരു സർജറി റെക്കമെൻഡ് ചെയ്തു. സർജറി അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സംഘർഷത്തിൽ പെട്ട ഒരു സമയമായിരുന്നു. കാരണം നമുക്ക് മെയിനായിട്ട് നമ്മുടെ നടുവാണല്ലോ നമ്മൾ ഇതാക്കി നിർത്തുന്നത്. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് വന്ന സ്ഥിതി സ്പൈൻ്റെ സർജറി എന്നൊക്കെ പറയുമ്പോൾ പല അലോപ്പതി ഡോക്ടേഴ്സിനോടൊക്കെ അന്വേഷിച്ചപ്പോഴും അവരാരും റെക്കമെൻഡ് ചെയ്തില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ചെന്നിലേത്ത് ഹോസ്പിറ്റലിനെ പറ്റി അറിയുകയും ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു 2 ആഴ്ചത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമുക്കിത് മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഇവിടെ വരികയും ഇവിടെ ഒരു 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിൽ വന്നെങ്കിലും ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞ ചിലപ്പം 1 ആഴ്ച കൂടെ നീണ്ടു പോയേക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ അഡ്മിറ്റായി തന്നെ ഓരോ ദിവസവും നമുക്ക് പല പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചൂർണ്ണക്കിഴികളായാലും ഇലക്കിഴികളായാലും വസ്തി അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഓരോ ദിവസവും ഈ എൻ്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഇവർ റിവ്യൂ ചെയ്യുകയും അതിന് അനുസരിച്ച് പിറ്റേ ദിവസത്തെ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യും. ആ ഒരു നല്ല രീതിയിൽ ഒരു ഫോളോ അപ്പും ഇവിടെ അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആദ്യം ഒരു 3 വീക്സ് പറഞ്ഞെങ്കിലും ഒരു 2 വീക്സിനുള്ളിൽ തന്നെ ഞാൻ ഭയങ്കര ബെറ്റർ ആയിട്ട് തുടങ്ങി. അതുപോലെ ഇവിടെ വന്നൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ റിലീഫ് വന്നു തുടങ്ങി. അങ്ങനെ ഒരു 21 ഡേയ്സ് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് എനിക്കൊരു 14 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് നല്ലൊരു റിലാക്സേഷൻ വന്നു. അതുപോലെ തന്നെ ഈ ഒരു കാല് എനിക്ക് താഴെ കുത്താൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും ഒരു സൈഡിലോട്ട് മാത്രമായിരുന്നു എൻ്റെ വെയിറ്റ് എല്ലാം കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം എൻ്റെ ഒരു ബോഡി ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു പോയ അവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴൊക്കെ ഞാനൊരു ചരിഞ്ഞ ഒരു ബോഡി ഷേപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ഈ റെസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബോഡി ഷേപ്പ് നോർമലായിട്ട് വന്നു. നമ്മളിപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഒരു ഹോസ്പിറ്റലാണെന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല, നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടുത്തെ സ്റ്റാഫ് ആയാലും ബാക്കി എല്ലാ രീതിയിലും നമുക്ക് നല്ലൊരു കോപ്പറേഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്.
പിന്നീട് ഈ പറഞ്ഞ പോലെ വീട്ടിൽ പോയിട്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ഒരു കുറച്ച് നാൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെ നല്ല ഒരു റിലാക്സേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തിരിച്ച് വീണ്ടും എൻ്റെ ജോലിയിൽ എൻ്റെ ഡെയിലി റൊട്ടീൻ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം അത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അടുത്ത ഒരു 2 വർഷത്തേക്ക് ഇതിൻ്റെ ഒരു നമുക്ക് വീണ്ടും ഈ ഒരു 2 വർഷം ഒരു ട്രീറ്റ്മെൻറ്റുകൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് തുടർന്ന് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വർഷവും ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് എൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വളരെ നല്ലൊരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അന്ന് സർജറിക്ക് പോയിരുന്നെങ്കിൽ, കാരണം അന്ന് സർജറി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പല സർജറി കഴിഞ്ഞ പല ആൾക്കാരോടും ഞാനൊന്ന് അന്വേഷിച്ചിരുന്നത് എങ്ങനെയാണ് ഇത് കഴിഞ്ഞാൽ. അപ്പം അവരാരും റെക്കമെൻഡ് ചെയ്തില്ല. കാരണം അതിന് ശേഷം അവർക്കുണ്ടായിരിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർ ഞാനുമായിട്ട് ഷെയർ ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ സർജറിക്ക് പോകാതിരുന്നത് വളരെ നന്നായി. ഇവിടെ വന്നത് ഇനി എന്തായാലും നല്ലൊരു റിലീഫാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു നടുവും അല്ലെങ്കിൽ ബാക്ക് പെയിനുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇതിനകത്ത് എന്തായാലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്.